ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രമായ ഒരു സ്നേഹകഥയിലേക്കാണ് നമ്മൾ. മരണശേഷവും ഗുരുവിനൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിച്ച ഒരു ശിഷ്യൻ, ചങ്ങനാശ്ശേരി സ്വദേശികളായ സ്കറിയ സക്കറിയയുടെയും ജോസഫ് കാട്ടടിയുടെയും അപൂർവ സുന്ദര മരണാനന്തര കഥയിലേക്ക്. അഞ്ചര പതിറ്റാണ്ട് മുൻപാണ് ചങ്ങനാശ്ശേരി SB കോളേജിൽ എഴുത്തുകാരനായ സ്കറിയ സക്കറിയ മലയാളം അധ്യാപകനായി എത്തുന്നത്. ജോസഫ് കാട്ടടി എന്ന ഡിഗ്രി വിദ്യാർത്ഥിയും സ്കറിയ സാറും തമ്മിലുള്ള ആത്മബന്ധം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. വിദ്യാർത്ഥിയായിരുന്ന ജോസഫ് കാട്ടടി വർഷങ്ങൾക്ക് ശേഷം അതേ SB കോളേജിൽ തന്നെ മലയാളം അധ്യാപകനായി. അങ്ങനെ ഇരുവരും സഹപ്രവർത്തകരായി. കാലത്തിനൊപ്പം അവരുടെ ഹൃദയബന്ധവും വളർന്നു. ഇവർ തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഒരു കുടുംബാംഗത്തെ പോലെയാണ് കാട്ടടി സാറിനെ സ്കറിയ സക്കറിയ സാറും സ്കറിയ സക്കറിയ സാറിനെ കാട്ടടി സാറും കണ്ടിരുന്നത്. കാട്ടടി സാറിൻ്റെ സഹോദരങ്ങളൊക്കെ തന്നെ സാറിൻ്റെ വീട്ടിലെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ പോലെ പെരുമാറിയിരുന്നു. യാത്രകൾ ഒന്നിച്ച് നടത്തുക, ഒന്നിച്ച് സംവാദങ്ങളിൽ പങ്കെടുക്കുക, മറ്റ് വിനിമയങ്ങളിൽ ഏർപ്പെടുക, അങ്ങനെ തുടങ്ങി പലപ്പോഴും നാവിൻ തുമ്പിൽ സ്കറിയ സക്കറിയ സാറിൻ്റെ നാവിൻ തുമ്പിൽ കാട്ടടി സാറും കാട്ടടി സാറിൻ്റെ നാവിൻ തുമ്പിൽ സ്കറിയ സക്കറിയ സാറും എപ്പോഴും വന്നുകൊണ്ടേയിരുന്നു. 2022 സ്കറിയ സക്കറിയ തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം വിട്ട് മറ്റൊരു ലോകത്തേക്ക് മടങ്ങി. കഴിഞ്ഞ ദിവസം അതേ ലോകത്തേക്ക് കാട്ടടി സാറും. ജീവിച്ചിരുന്നപ്പോൾ ഹൃദയം കൊണ്ടൊന്നായിരുന്നവർ മരണത്തിലും ഒന്നായിരിക്കണമെന്ന് കുടുംബാംഗങ്ങൾക്കും ആഗ്രഹം. അങ്ങനെ ചങ്ങനാശ്ശേരി മെട്രോപൊളിറ്റൻ പള്ളിയിലെ സ്കറിയ സാറിന്റെ അതേ കല്ലറയിൽ ജോസഫ് കാട്ടടിക്ക് അന്ത്യവിശ്രമം. മരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു കുഴി ചാകാൻ നടന്നവർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ഒരു കുഴിയിൽ ചാകുന്നത് അന്വർത്ഥമായതാണ്. എൻ്റെ ചേട്ടൻ മരിച്ചപ്പോഴേ ഓട്ടോമാറ്റിക് സ്കറിയ സക്കറിയ സാറിനെ അടക്കിയിരിക്കുന്ന അതേ കബറിടത്തിൽ തന്നെ എൻ്റെ ചേട്ടനെ അടക്കുവാൻ സാധിച്ചത്. സാറ് മിക്കവാറും ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരും. അമ്മച്ചി കട്ടൻ കാപ്പിയൊക്കെ വെച്ച് കൊടുക്കുകയും അത് നാളുകളിങ്ങനെ അങ്ങനെ ആ ബന്ധം അങ്ങനെ ഒരു അതുപോലെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നാലും അവിടെ മേരിക്കുട്ടി ചേച്ചി സാറിൻ്റെ ഭാര്യ മേരിക്കുട്ടി ചേച്ചിയൊക്കെ ഒരു വേർകൃത്യമില്ല. ഞങ്ങളും അവിടുത്തെ സ്വന്തം പോലെ ഞങ്ങൾക്ക് അതുപോലുള്ള സ്വീകരണവും ഞങ്ങളെ കരുതിയിരുന്നതിലും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പ്രകൃതിയെയും മഴയും അത്രമേൽ സ്നേഹിച്ച കാട്ടടി സാറിന്റെ അന്ത്യ കുർബാനയ്ക്ക് ആരും വിളിക്കാതെ മഴയും എത്തി. ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഈ സ്നേഹ കുർബാനയ്ക്ക് വരാതിരിക്കാൻ മഴയ്ക്കും ആവില്ലല്ലോ. തന്റെ പ്രിയപ്പെട്ട അധ്യാപകനെ അവസാനമായി ചേർത്ത് വെച്ച അതേ മണ്ണിൽ കാട്ടടി സാറും മയങ്ങുകയാണ്. ഗുരുശിഷ്യ ബന്ധത്തിന്റെ സ്നേഹഗോപുരമായി ഈ കല്ലറ മാറുകയാണ്. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.